ഗൂയിസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞതിൽ റേസ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിം പറഞ്ഞു, പ്ലേ സ്റ്റോറില്ലാത്ത ഗെയിം ഞാൻ അപ്ലോഡ് ആക്കി. അപ്പം ഒന്ന് രണ്ടാൾ മറ്റേ ഇത് ചോദിച്ചു മോഡ് വേണം, മോഡ് ഇല്ല നിങ്ങൾ അതിൻ്റെ അടുത്ത് കളിച്ചാൽ മതി. അപ്പം പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതന്നെ റേസ് ഡേയ്സ്. കഴിഞ്ഞതിൽ റേസ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം പറഞ്ഞു, ഇപ്രാവശ്യം റേസ് ഡേയ്സ്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രത്യേകത ഒന്നുമില്ല, ഗെയിം പ്ലേ സ്റ്റോറിലുണ്ട്, നിങ്ങൾക്ക് എടുത്ത് കളിക്കാം. പിന്നെ ഞാൻ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മോഡ് കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് കളി കണ്ടാൽ മനസ്സിലാവും. കാരണം ഇത് നമ്മ എക്സാമ്പിൾ മറ്റേ ഇപ്പം യൂട്യൂബിലെല്ലാം ഓരോരോ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതായത് ജി ടി എ കളിക്കുന്ന കണ്ടിട്ടുണ്ടാവും. ജി ടി എന്ന് പറയുമ്പോൾ ഒരാൾ കാർ എടുത്തിട്ട് പോയിട്ട് ഇന്ന് ചെക്ക് പോയിന്റിൽ എത്തുന്ന സമയത്ത് വണ്ടി വേറെ വണ്ടിയാവും. ആ വണ്ടി ഓടിച്ച് വന്നിട്ട് വലയെല്ലാം പറക്കണം. അപ്പം ഈ വണ്ടി എടുത്തിട്ട് വേറൊരു സ്ഥലത്തെത്തുന്ന സമയത്ത് ആ വണ്ടി മാറി വേറെ വണ്ടിയാവും, ഇപ്പുറത്തേക്ക് തിരിച്ചു വരാം. അങ്ങനെ ഇത്ര സമയം കഴിയുന്ന സമയത്ത് ലാസ്റ്റ് ജയിക്കേണ്ടത്. അങ്ങനെ കുറെ ആൾ ഒന്നിച്ച് ഇങ്ങനെ മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കേണ്ട ഗെയിം അതാണ് ഇതും. അതേ ഗെയിം ഒരു സ്ഥലത്ത് നിന്ന് കുറെ ആൾ ഒന്നിച്ച് പോയിട്ട് വേറെ സ്ഥലത്തെത്തുമ്പോൾ വണ്ടി മാറും, ഇപ്പുറത്തുമ്പോൾ വണ്ടി ആദ്യം മാറും. അപ്പൊ ഇതിൽ നമുക്ക് പർച്ചേസും കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല, കാരണം വണ്ടി മാറ്റി മാറ്റി തരുന്നുണ്ട്. അപ്പൊ ഇനി സ്പീഡ് കാര്യങ്ങൾ അങ്ങനത്തെ ഇതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തായാലും കളിക്കാൻ അറിയുന്നവർ ജയിക്കും. അപ്പം ഇതിന്റെ വീഡിയോ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, ഗെയിം പ്ലേ കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ആക്കിയാൽ മതി. അപ്പം ഗെയിം പ്ലേയിൽ ഞാൻ കറക്റ്റായിട്ട് ഓരോരോ കളി ഇങ്ങനെ നമുക്ക് അത് മാത്രമല്ല വേറെ രീതിയിലുള്ള ഗെയിം പ്ലേയും ഇതിലുണ്ട്. പിന്നെ ഇതിൽ മാപ്പ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് സ്വന്തമായിട്ട് മാപ്പ് ആക്കാൻ പറ്റും. ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ടും പൈസ കൊടുത്തിട്ടും മാപ്പ് ആക്കാൻ പറ്റും. മാപ്പിൽ നമുക്കിങ്ങനെ എന്തെല്ലാം വണ്ടി വേണം ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ രണ്ടാമത് കാണുന്നതാണ് ഗെയിം. ഡേയ്സ് തന്നെ ഉണ്ടാവും, ഡേ എന്ന് മാത്രമല്ല ഡേയ്സ്. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞിട്ട് യെസ് കൊടുക്കാം, ഐ അഗ്രി എല്ലാം കൊടുക്കുക. എന്നിട്ട് ഗൂഗിൾ വേണം ഗൂഗിളിൽ തുടങ്ങുക, ഗസ്റ്റ് വേണം ഗസ്റ്റ് തുടങ്ങുക. ഞാൻ ഇപ്പോൾ ഗസ്റ്റിലാണ് എടുക്കുന്നത്, ഞാൻ പിന്നെ ഇത് കളിച്ചധികം നിൽക്കുന്നില്ലല്ലോ. ഇതിൽ ഗസ്റ്റ് കൊടുക്കുക, കയറാം. ഇതിങ്ങനെ കാർ സ്കിഡാക്കുന്ന ചിത്രവും കാണും. ഈ ഗെയിമിലേക്ക് അങ്ങനെ തുടങ്ങുകയും ചെയ്യും. നമുക്ക് ആദ്യം ഇങ്ങനത്തെ വണ്ടി ഉണ്ടാവും. ഇതിൽ ബിൽഡ് ഞെക്കി കഴിഞ്ഞിട്ട് എഡിറ്റ് നോക്കിയിട്ട് എഡിറ്റ് ചെയ്ത് ടിക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു സ്ഥലം കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിങ്ങനെ സൂമാക്കുക, അടുത്താക്കുക, സൂമാക്കുക. എന്നിട്ട് നമുക്കിതിൽ ഫസ്റ്റ് കണ്ട ഫ്രീ ആയിട്ടൊരു ഇതുണ്ട്, അതിൻ്റെ ചിത്രം ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പാർക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് റോഡ് വേണമെങ്കിൽ വെക്കാം, മലഞ്ഞ കുളിഞ്ഞ റോഡ്, അല്ലെങ്കിൽ ഇങ്ങനെ തളിച്ചിട്ട് അങ്ങനത്തെ റോഡ്, ഇപ്പം എങ്ങനെ പറയാതെ വളഞ്ഞിട്ട് ഒടിഞ്ഞിട്ട് എല്ലാം അങ്ങനത്തെ നമുക്ക് ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് എവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് സേവ് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റും. അതൊരു കാര്യമാണ്. പിന്നെ പൈസ കൊടുത്തിട്ട് ആക്കേണ്ടതുണ്ട്, അതാക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് എടുക്കാം, പക്ഷേ പൈസ കൊടുക്കുന്ന കാര്യത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാൻ എന്തായാലും മോഡല്ല കൊടുക്കില്ല, അപ്പോൾ പിന്നെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. ഇത് ഓൺലൈൻ ഗെയിമാണ്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മോഡ് കാര്യമായിട്ട് നോക്കിയിട്ടുമില്ല, അത് വേറെ കാര്യം. അപ്പം പിന്നെ ഇത് ഇങ്ങനെ നമുക്ക് തൽക്കാലം നമുക്കിങ്ങനെ എഡിറ്റ് ചെയ്താൽ മതി, അത്രേ വേണ്ടൂ. നമ്മൾ ഇതിൽ വലിയ ഇതാക്കുന്നൊന്നുമില്ല. ഇത് സേവ് ആക്കാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ മേലെ വീടിൽ ഇത്രം കാണും, അത് നിൽക്കാം, എക്സിറ്റ് അടിക്കാം, ബാക്കോട്ട് വരും. ഇതിൽ മറ്റേ കൺട്രോൾസ് എടുത്തു കഴിഞ്ഞാൽ ഇതാ കൺട്രോൾസ് കാണും, വീഡിയോ എങ്ങനത്തെ കൺട്രോൾ വേണ്ടത്, പിന്നെ ഗ്രാഫിക്സ്, അതിൻ്റെ അപ്പുറം സൗണ്ട്, പിന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റണമെങ്കിൽ ലാംഗ്വേജ്. പിന്നെ ഇതിലിപ്പം ഞാൻ മ്യൂസിക് ഓഫാക്കി. അക്കൗണ്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പം ഗസ്റ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ പേരെല്ലാം കൊടുക്കാം, ഇങ്ങനെ കാണും. ഇതിൽ നമുക്ക് ഏത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോളിനനുസരിച്ച് എടുക്കാം. ഓക്കെ, അതിനുശേഷം ഇതിലൊരു ഫ്രീ ക്രെഡിറ്റ് കിട്ടും, അത് നമ്മൾ ഓപ്പൺ ആക്കാം. അപ്പോൾ നമുക്ക് ഇതിലെന്തും കിട്ടും. ഇപ്പോൾ സ്റ്റെയറിങ് കിട്ടി. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പം 24 മണിക്കൂർ കഴിയുമ്പോൾ ആദ്യം ഫ്രീ ആവും. അപ്പോൾ നമുക്കിതെടുക്കുക, അപ്പം ഒന്നും കൂടി അത് തുറക്കാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്കിങ്ങനെ കാറിൻ്റെ സെക്ഷൻ എടുത്തിട്ട് ഏത് വണ്ടി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് കൊടുക്കുക, ബാക്ക് അടിക്കുക. അപ്പം ആ വണ്ടി അവിടെ വരും. ഓക്കെ, നമുക്ക് ആ വണ്ടി ഉപയോഗിക്കാം. അപ്പം പൈസയൊന്നും വേണ്ടല്ല. അപ്പം എന്നിട്ട് ഒരു ഗെയിം ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ എൻ്റെ ഒന്നിച്ച് വേറെ ഒരുത്തനും കൂടിയേ ഉള്ളൂ, കാരണം ആൾക്കാരന്നേരം വന്നിട്ടുണ്ടായിട്ടാ, അങ്ങനത്തെ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും. ഇതിലിപ്പം ഫസ്റ്റ് കുറച്ച് സമയം ആൾക്കാരെ വെയിറ്റ് ചെയ്യും, അതിന് ശേഷം ഇല്ല എന്ന് പറയുമ്പോൾ കളി തുടങ്ങും. ഓൻ നല്ല കളി അറിയാവുന്നവൻ ആയതുകൊണ്ട് ഓൻ അങ്ങനെ പോയി. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പം അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ എൻ്റെ വണ്ടി ഇങ്ങനെ തലയും കുത്തി മറിഞ്ഞുകൊണ്ട് പോവാണ്.
അങ്ങനെ വണ്ടി നേരെയാവുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ബാക്കോട്ട് ഓടിക്കാൻ തുടങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നേരെയാവുന്നില്ല, അത് വളക്കാനൊന്നും സമയമില്ല, ഓൻ ജയിക്കുമല്ലോ. അങ്ങനെ ഓനെ ജയിക്കാൻ വിട്ടുവിടാറിട്ട് വണ്ടി ബാക്കോട്ട് ഓടിച്ചു. ഇതിൻ്റെ ഇടയിൽ കുറേ കുഴിയും കാര്യങ്ങളും ഇല്ലത് എനിക്കറിയില്ലല്ലോ, ഞാൻ ഫസ്റ്റ് പ്ലെയർ ആയതുകൊണ്ട് എനിക്കങ്ങനത്തെ സംഭവം ഒന്നും അറിയില്ല. അങ്ങനെ കുഴിയിലേക്ക് വീണ് ആത്മഹത്യയായി. ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു റിഫ്രഷിൻ്റെ ഒരു സാധനം ബട്ടൺ കണ്ട, അത് ഞെക്കി പിടിക്കുക. വെറുതെ തൊട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല, തൊട്ട് വിളക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ റിഫ്രഷ് ആവില്ല, നമ്മൾ വെള്ളത്തിൽ വീഴുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് ഞെക്കി ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ റിഫ്രഷ് ആയിട്ട് നമ്മൾ കളിയിലേക്ക് കയറും. അതായത് ഓരോരു ചെക്ക് പോയിൻറ്റ്സ് കണക്കത് സംഭവമുണ്ട്, അതിലെത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആടുന്ന പകുതിക്കും തുടങ്ങും, അല്ലെങ്കിൽ ഇങ്ങനെ ആദ്യം തൊട്ടേ തുടങ്ങും. എത്താൻ എളുപ്പമാണ്, പക്ഷേ ഇത് എനിക്ക് കളിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഇപ്പം അങ്ങനെ ഒരു സംഭവമായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ ഭാഗത്തു നിന്ന് ഇരിക്കുക, ഇത് എനിക്ക് വീണിട്ട് ചത്തു, അപ്പോൾ എനിക്ക് ഇവിടെ പകുതിക്ക് തന്നെ തുടങ്ങി. അങ്ങനെയാണ്. അപ്പം ഓരോരു സ്ഥലം എത്തുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് തുടങ്ങും. ഇതിപ്പോൾ നിങ്ങൾ നോക്കുമ്പം നോർമൽ റേസ് മാത്രമാണ്. നിങ്ങൾ ഇപ്പോൾ കണ്ടതെന്ന് വെച്ചുമ്പം ഞാൻ ചുമ്മാ വണ്ടി ഓടിക്കുന്നു, ഇപ്പോൾ ഓനെ തോൽപ്പിക്കാൻ നോക്കുന്നു. ഓൻ നേരത്തെ ജയിച്ചിട്ട് പോയി, അത് വേറെ കാര്യം. നമ്മൾ ജയിച്ചു. അപ്പോൾ ഇത് മാത്രമല്ല, ഈ ഇപ്പോൾ കണ്ട കുറേ ആൾ നമ്മൾ അടുത്ത വേറെ ഗെയിം സ്റ്റാർട്ടാക്കുമ്പം നമുക്ക് ഇതിൽ വന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ കുറച്ച് കളിക്കാൻ പഠിച്ചുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡ് പോയിട്ട് ഫസ്റ്റ് പിടിച്ചു. എന്നിട്ട് കാര്യമില്ല, ഞാനിൽ തോക്കും, അത് വേറെ കാര്യം. അപ്പം ഇതിങ്ങനെ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഒന്നും കാണാത്തതുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ വീണു. അപ്പോൾ ഈ റിഫ്രഷിൻ്റെ സാധനം ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പകുതിക്ക് എവിടെ നിന്ന് തുടങ്ങും, സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അവിടെ തന്നെ തുടങ്ങും. അപ്പോൾ നമ്മൾ പിന്നെ ആദ്യം വരാം. അപ്പം ഇവിടെ നിന്നൊന്നും പകുതിക്ക് നിന്ന് വീണക്കല്ല, വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ടേ തുടങ്ങും. അത് വലിയൊരു മെനക്കേടാണ്. അപ്പം ഇങ്ങനെ പോവും. അവരെല്ലാം നേരത്തെ നല്ല സ്പീഡിൽ കളിച്ചിട്ട് അവർ ബസ് കാര്യങ്ങളിലാക്കി തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഒരേ വണ്ടി. ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരാളെ മാറ്റി നിർത്തൽ അങ്ങനത്തെ ഒന്നുമില്ല. കണ്ട, ഇതിലിപ്പം വണ്ടി മാറി. നമുക്ക് ഈ വണ്ടി വെച്ചിട്ട് വേറെ ആളെ കുത്താം, കാരണം ഇത് ഓട്ടോറിക്ഷ കണക്കത്തെ വണ്ടിയാണ്. ഇപ്പം 3 ടയറായുള്ളൂ. ഈ 3 ടയറുള്ള വണ്ടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വണ്ടി വന്നിട്ട് ഇടിച്ച് കഴിഞ്ഞാൽ ഇത് മറിഞ്ഞു പോകും. 4-5 ഉരുളും അങ്ങനെയെല്ലാം ആയി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് റിസ്ക്കാണ്. ഇപ്പോൾ ബസ്സെല്ലാം വന്നിട്ട് ഇതിന് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അങ്ങ് തെറിച്ച് ഇങ്ങനെ പുറത്തേക്ക് പോകും. പിന്നെ ആദ്യമേ ജനിച്ചിട്ട് വരണം. അത് കുറച്ച് മെനക്കേടില്ല പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ വണ്ടിയിൽ ഓടിക്കുന്നവർ കുറച്ച് സൂക്ഷിച്ചും കാര്യങ്ങൾ നോക്കാം. ആരെങ്കിലും വന്നിട്ട് തട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരുമില്ല, അതൊരു കാര്യമാണ്. ഓനെല്ലാം പോകുന്നുണ്ടാ, ആ വണ്ടിക്കാരൻ അടിച്ചു, എന്തോ ഭാഗ്യത്തിന് വേറൊന്നും സംഭവിച്ചിട്ട, ഒന്ന് മലക്കം മറിഞ്ഞതേ ഉള്ളൂ, വണ്ടി എന്നിട്ട് ബാക്കോട്ട് ഉരുളുന്നുണ്ടായി. അപ്പം ഇങ്ങനെ എല്ലാവർക്കും ഒരേ വണ്ടിയാണ്. ഇപ്പോൾ സ്പീഡ് പോയവന് വേറെ വണ്ടി കിട്ടും, കുറച്ചും കൂടി പവർഫുൾ വണ്ടി കിട്ടും. കുറച്ച് ലാസ്റ്റെല്ലാം ആകുമ്പോൾ ഭയങ്കര പവറായിട്ടുള്ള വണ്ടിയെല്ലാം കിട്ടുന്ന സമയത്ത് ബാക്കിയുള്ളവർ അറ്റാക്ക് ചെയ്യുക. ആ ബസ് ഇടിക്കാൻ വരുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് നൈട്രോ ഇട്ടത്. ഇടിക്കാൻ വരുന്നൊരു സാധ്യതയുണ്ട്, കാരണം ചെറിയ വണ്ടീനെ കാണുമ്പോൾ ബസ്സിനുള്ളൊരു അത്യാർത്ഥിയാണ്. പക്ഷേ ഈ ചെറിയ വണ്ടി, വേറൊരു ചെറിയ വണ്ടിയുണ്ട് പരന്നിട്ട്, അത് ഭയങ്കര ചൊറയാണ്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതാ ആ വരുന്ന സാധനം കണ്ടോ, അതിപ്പം ഭയങ്കര പ്രശ്നം. അതാ വണ്ടീനെ കയറ്റി മറിച്ചിട്ട് പോയി, അതൊന്നും ആവില്ല. അത് നമ്മൾ മറ്റേ ഈ ഷോർട്സിലെല്ലാം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഗെയിമിൽ, GTA എല്ലാം. അത് വണ്ടീനെല്ലാം മറിച്ചിടാനെല്ലാം ഭയങ്കരമാണ്. അതിങ്ങനെ നല്ല സ്പീഡിലായതുകൊണ്ട് വേറെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇനി എനിക്കത് കിട്ടാൻ പോകുന്നത് അടുത്ത വണ്ടിയാണ്. ഇപ്പോൾ ഈ ടൈമിൽ ഓൾറെഡി കുറേ ആൾ ജയിച്ചു കളിയിൽ, അത് വേറെ കാര്യം, അത് നമ്മൾ പറയുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കളി അറിയില്ല, അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളിക്കുന്നത്. അപ്പം കുറേ ആൾ ഇതിൽ നേരത്തെ ജയിച്ചിട്ട് പോയി ഗെയിമിൽ. അപ്പം ഇത് ലാസ്റ്റ് വണ്ടിയാണ്. ഇതിലിപ്പം എൻ്റെ ഒന്ന് ചില്ലത് വേറൊരു ചങ്ങായിയാണ്. ഇത് ഒരു സ്വിച്ച് ഞെക്കുന്ന സമയത്ത് ഈ വണ്ടി ഇങ്ങനെ തുള്ളും. അപ്പം ആ ചങ്ങായി നല്ല കളിക്കാൻ അറിയുന്നവൻ കണ്ടോ, ഓൻ അവിടെ നിന്ന് ഡയറക്റ്റ് ജമ്പ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകും, ഇത് യൂസ് ചെയ്തിട്ട്. എനിക്കത് അറിയുന്നില്ലല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ നോക്കാം. അപ്പം ഓരോ സ്വിച്ചെല്ലാം ഉണ്ട്, നിങ്ങൾ കളിച്ച് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും കുറച്ചും കൂടി ഇതായിട്ട് എല്ലാം ജമ്പ് ചെയ്തിട്ടെല്ലാം പോവാം. ഇപ്പം എൻ്റെ സൗണ്ട് മാത്രമായിട്ട് ഇതിൽ നിങ്ങൾക്ക് കേൾക്കുന്നതുകൊണ്ട് കുറച്ച് അലോസരായിട്ട് തോന്നുന്നുണ്ടാവും. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഇത് ഡൗൺലോഡ് ആക്കിയിട്ട് കളിക്കാം. അപ്പം നിങ്ങൾക്കും അതിൻ്റെ ഒരു ഫീൽ കിട്ടും. അതായത് നോർമൽ ഗെയിം പോലെയല്ല, ഇതിൽ നമുക്ക് ഇത് വണ്ടി വളക്കുമ്പോൾ ഓടിക്കുമ്പോൾ സ്റ്റെയറിങ്ങും ഉണ്ട്. സ്റ്റെയറിങ് വേണ്ടവർക്ക് സ്റ്റെയറിങ് യൂസ് ചെയ്യാം. നല്ലൊരു വേറെ ഒരു ഫീലാണ്, നല്ല ഒരു രസമുണ്ട് കളിക്കാൻ. കളിച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം ലോ എൻഡ് ഡിവൈസിനും എല്ലാം കളിക്കാൻ പറ്റും. അത് പ്ലേ സ്റ്റോറിലുണ്ട്. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിങ്ങളെ വേർഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ പറയും, ഞാൻ നോക്കിയിട്ട് എവിടെന്നെങ്കിലും തപ്പിയിട്ട് ഒട്ടിച്ചിട്ടാറ്റം തരാം. അപ്പോൾ ഇതിൽ ലൈറ്റർ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് വണ്ടിയാണ് ഇപ്പം ഗ്യാരേജിൽ വെക്കേണ്ടതെന്ന് വെച്ചിട്ട്, കാരണം നമുക്ക് ഇതിൽ ഞാൻ എന്താ മോഡ് വേണ്ടാന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരോ വണ്ടി കിട്ടുന്നുണ്ട്. കാരണം കളിക്കുമ്പോൾ വേറെ വണ്ടി മാറുന്നല്ലേ.
അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മോഡിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിൽ വേറെ ഏതാ വണ്ടി എടുക്കാനില്ലേ, അതിൽ പോയി കഴിഞ്ഞാൽ കുറേ വെറൈറ്റി വണ്ടിയെല്ലാം കാണും. പക്ഷേ ഒരു കാര്യമില്ല, നമുക്കിങ്ങനെ കളിച്ചിട്ട് അങ്ങനെ പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗായ്സ്, വേറൊന്നും പറയാനില്ല. ബാക്കി നിങ്ങൾ കളിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.